Hello everyone, welcome to my channel. If you are enjoying my content, please subscribe to my channel and at the same time turn on the notification bell icon for getting more videos. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ടോപ്പിക്ക് idioms. Idioms are expressions or phrases which is entirely different from the literal meaning. അതായത് ഇപ്പം നമ്മൾ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേർഡ്സ് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ മീനിങ് പറയുക അല്ലേ. ഈ ഇഡിയത്തിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ വായിച്ചിട്ട് നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള വേർഡ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മീനിങ് അല്ല കിട്ടുക. അപ്പാർട്ട് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഒരു മീനിങ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള യൂസേജിനെയാണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. ഫസ്റ്റ് എക്സാമ്പിളാണ് പീസ് ഓഫ് കേക്ക്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, പീസ് ഓഫ് കേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കേക്കിൻ്റെ പീസ് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. സംതിങ് വെരി ഈസി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അടുത്തൊരു എക്സാമ്പിളാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇവിടെ പറയുന്നത് ഒരു റയറായിട്ട് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ വിസിറ്റ്സ് അസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അവൾ എപ്പോഴേലും അപൂർവമായിട്ട് ഞങ്ങളെ വിസിറ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെയുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ പറയാം. സ്പിൽ ദ ബീൻസ് എന്ന് വെച്ചാൽ ടു റിവീൽ എ സീക്രട്ട് എന്നാണ് മീനിങ് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ ബർത്ത്ഡേ പാർട്ടി. അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. പെട്ടെന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക, ഒരു നെയിലെടുത്ത് ഹെഡിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ആസ് ഇൻ ദ കേസ് ഓഫ് ഇഡിയംസ് അതല്ല മീനിങ്, ഒരു കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. എക്സാക്റ്റ് ആയിട്ട് കാര്യങ്ങൾ റൈറ്റ് തിങ് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യുവർ എക്സ്പ്ലനേഷൻ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ അതായത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള മീൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അണ്ടർ ദ വെദർ. ഇവിടെ മീൻ ചെയ്യുന്നത് ഫീലിംഗ് സിക്ക് എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഫീൽ അണ്ടർ ദ വെദർ ടുഡേ മീൻസ് ഹി വാസ് ഫീലിംഗ് എന്താണ്, വെരി സിക്ക്, ഇന്ന് ആൾക്ക് തീരെ വയ്യ എന്നുള്ള മീനിങ് ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് ഫോളോ ചെയ്യുക. താങ്ക് യു.